ഹായ് എല്ലാവർക്കും നമ്മുടെ ചാരിസ് സർക്കിൾ വ്ലോഗ്സിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴാണ് ഒരു ഇപ്പോൾ എത്ര മണി ഇപ്പോൾ നോക്കിയിട്ട് ഇപ്പോൾ 3 മണി കഴിഞ്ഞു. 3 മണി സി ബേബി ഉറങ്ങുകയാണ്. അപ്പോൾ എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു കേട്ടോ. അടുക്കളയിലെ പണി കഴിഞ്ഞു, അടിച്ചു വാരൽ തുടക്കലൊക്കെ പണി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു വേറെ ഒരു പരിപാടിയില്ല, എന്നാൽ പിന്നെ നമുക്കൊരു ചെറിയ സ്നാക്ക് ഉണ്ടാക്കിയാലോ. ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് സ്നാക്സിൻ്റെ പരിപാടികളൊന്നും ഇല്ല, ചായ കൂടിയില്ല. ഒരു കുഞ്ഞ് ഡയറ്റ് നോക്കുന്നുണ്ട് കേട്ടോ. ഡയറ്റ് ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് നോക്കുന്നുണ്ട്, കുറച്ച് വെയിറ്റ് കുറയ്ക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഫിറ്റ്നസ്സിൻ്റെ പരിപാടിയും കുറച്ച് എക്സസൈസും ഡയറ്റൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ചായ കുടി, അതുപോലെ തന്നെ എൻ്റെ ആദ്യത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടുണ്ട്. അതിൽ ചായ കുടിക്കുന്ന ഒരു പരിപാടി ഉണ്ട്, കണ്ടിട്ടുണ്ടാവും. അതിൽ ഒരു കപ്പ് ചായയൊക്കെ കുടിക്കുമായിരുന്നു കേട്ടോ. ഇപ്പം ചായ കുടിയില്ല. അപ്പോൾ കുറച്ചൊന്നും ചായ കുടിയില്ല, സ്നാക്സിൻ്റെ പരിപാടികളൊന്നുമില്ല. എന്നാലും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടൊരു സ്നാക്ക് ഞാൻ ഒരു പരസ്യത്തിൽ കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു സംഭവം, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ആ വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഷോപ്പിംഗ് വ്ളോഗ് കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണണമെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ എൻ്റെ മറ്റു പരിപാടിയൊക്കെ കഴിഞ്ഞു. സ്നാക്സ് ഇനി ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഈ ചൂട്ടിൽ ചിലപ്പോൾ ചായ കുടിക്കാൻ വന്നാൽ കഴിപ്പിക്കാം നമുക്ക്. അപ്പോൾ സി ബേബി ഉറങ്ങാണ്. അപ്പം ഇനി നമുക്ക് കിച്ചണിലോട്ട് പോകണം. അപ്പോൾ ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ എല്ലാ സാധനവും അരിയത്ത് കൊണ്ടുവച്ചു. ഇനി നമുക്ക് തുടങ്ങാം നമ്മുടെ പരിപാടി. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ വേണ്ടത്. ഞാൻ മല്ലിയില വെള്ളത്തിലിട്ടിരിക്കുകയാണ്. നമ്മുടെ മെയിൻ ഐറ്റം ഇതാണ് സാധനം, നമ്മുടെ യപ്പി നൂഡിൽസ്. ഇത് വെച്ചിട്ട് നമ്മൾ മൂട്ട് മസാല, ഇതാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഈ സാധനം തന്നെ വേണം കേട്ടോ. ഇത് തന്നെ ഉണ്ടാക്കണമെന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് മെയിൻ സാധനം. പിന്നെ നമ്മുടെ സാൻഡ്വിച്ച് ബ്രെഡും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് വേണ്ടത്. ഈ 2 സാധനം വേണം. പിന്നെ മുട്ട വേണം. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് വേണം. അതെടുത്ത് അരിഞ്ഞു വെച്ചാൽ അത് ഇഷ്ടമുള്ള എടുക്കാം കേട്ടോ. ഇത് വേണമെങ്കിലും എടുക്കാം. പിന്നെ കുരുമുളക് പൊടി വേണം. പിന്നെ ഇതിൽ മസാലയുണ്ട്, അതും വേണം. പിന്നെ ഞാനിതൊന്ന് കഴുകി എടുക്കട്ടെ. ഇതൊന്ന് കഴുകി ഇതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞിട്ട് കുറച്ച് വേണം. അപ്പോൾ ഇത് നമ്മൾ പൊട്ടിക്കുകയാണ്. പൊട്ടിച്ചിട്ട് അതിനകത്ത് നൂഡിൽസ് എടുക്കണം. 2 എണ്ണം എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആളുടെ എണ്ണം അനുസരിച്ച് ആ 4 എണ്ണം എടുക്കണമെങ്കിൽ അങ്ങനെയും എടുക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു 2 എണ്ണം തന്നെ ധാരാളമാണ് ഒരു 4 ബ്രെഡിന് കേട്ടോ. കാരണം കുറേ ഉണ്ടാവും, നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ഇടുന്നതല്ലേ. അപ്പോൾ നമ്മൾ 2 എണ്ണം എടുത്തു. അതിൻ്റെ മസാല എടുക്കുകയാണ്. മസാല 2 ടൈപ്പാണ്. ഇത് മൂട്ട് മസാല എന്ന് പറഞ്ഞിട്ടുണ്ട്. സാധാരണ യപ്പി അല്ലെങ്കിൽ സാധാരണ നൂഡിൽസ് ഒരു മസാല ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ മൂട്ട് മസാല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സാധാ മസാലയുണ്ട്. അപ്പോൾ അത് 2ഉം എടുത്ത് വെച്ചിട്ടുണ്ട്. 2 എണ്ണം വെച്ച്. ഇത് ശരിക്കും 2ഉം 4 എണ്ണം വെച്ചിട്ടുണ്ട്. ഞാൻ 2 എണ്ണം വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ 2 കട്ട നൂഡിൽസ് എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ആദ്യം നമ്മൾ പാൻ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്നെങ്കിൽ ജസ്റ്റ് ഇത്തിരി എന്ന് പറയുമ്പോൾ ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഓയിൽ വേണ്ടെങ്കിൽ വേണ്ട, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ വെജിറ്റബിൾസ് സോട്ട് ചെയ്തെടുക്കണം. വെജിറ്റബിൾസ് എടുത്തിരിക്കുന്ന ക്യാരറ്റും ബീൻസും മാത്രമേ ഉള്ളൂ ഇവിടെ. അതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റ്, ബീൻസ്, അതുപോലെ നമ്മുടെ ക്യാപ്സിക്കം, ടൊമാറ്റോ, ഇങ്ങനെ ടൊമാറ്റോയിൽ പക്ഷേ ഒരു കാര്യമുണ്ട്, കുരു ഉണ്ടാവരുത്. അതിൻ്റെ ആ ഒരു തോട് മാത്രം വെച്ചിട്ട് നമ്മൾ അരിഞ്ഞിട്ട് ഉണ്ടാക്കാവുള്ളൂ, ഇല്ലെങ്കിൽ അങ്ങ് വെള്ളമായി പോകും. അപ്പോൾ അങ്ങനെ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് അത് ആഡ് ചെയ്യുക കേട്ടോ. ഇപ്പം ഞാൻ നമ്മുടെ ഈ ഒരു ക്യാരറ്റും ബീൻസും മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. എണ്ണ ഒഴിക്കണമെങ്കിൽ കുറച്ച് എണ്ണ മതി കേട്ടോ, ഒഴിച്ചാൽ മതി. ഞാൻ ഇത്തിരി എണ്ണ ആഡ് ചെയ്തിട്ടുള്ളൂ. ഒന്ന് സോട്ട് ചെയ്ത് 1 മിനിറ്റ് പോലും തികച്ച് വേണ്ട. ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ചൂടാവുമല്ലോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം കൂടിപ്പോയാൽ നമുക്ക് അവസാനം വറ്റിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചൊഴിച്ചാൽ മതി. എന്നിട്ട് നമ്മളിതൊന്ന് ഉടച്ചു കൊടുക്കണം, അതായത് മുറിച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ബാക്കി പ്ലേറ്റിലുള്ള എല്ലാം അങ്ങോട്ട് തട്ടിയിടാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. തിളയ്ക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് അടുത്തൊരു പരിപാടി എന്ന് പറയുന്നത് ഇതിൻ്റെ മസാലയാണ്.
ഇനി മസാല നമ്മൾ സാധാരണ ഇതുപോലത്തെ എപ്പി ആയാലും മാഗി ആയാലും ഒക്കെ കിട്ടുമ്പോൾ ഇതിൻ്റെ മസാല ഉണ്ടാവും, സാധാ മസാല, മിക്സ് മസാല. അപ്പോൾ അതെടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഈ മസാല ആഡ് ചെയ്യാണ്. മൂഡ് മസാല നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, അത് നമുക്ക് പിന്നീട് വേണം. അപ്പോൾ ഈ രണ്ട് പാക്കറ്റ് ഞാൻ ആഡ് ചെയ്ത്, കാരണം 2 എണ്ണം എടുത്തല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്തു, കാരണം വെള്ളം കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് അത് തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ആഡ് ചെയ്തു. അത് വേണം, തിളച്ച് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യരുത്. അപ്പോൾ ഇപ്പം ഞാൻ ഒഴിച്ച് ഇപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിയില ടേസ്റ്റിനനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ പിന്നൊരു കാര്യം, ഈ ഒരു വെജിറ്റബിളിന് പകരം ചിക്കൻ നമ്മൾ എന്താ പറയുക വേവിച്ചിട്ടിടുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആവും കേട്ടോ. അങ്ങനെ ഇടുന്നവർക്ക് അങ്ങനെ ഇടാം. വെജ് മാത്രം മതിയെങ്കിൽ, വെജിറ്റേറിയൻസ് ആണെങ്കിൽ വെജ് മാത്രം മതിയെങ്കിൽ അത് മതിയെങ്കിൽ അങ്ങനെ ഇടാം. കൂട്ടിയിട്ടിട്ട് വെള്ളം വറ്റിച്ചെടുക്കുകയാണ്. അടിക്ക് പിടിക്കരുത്, പിടിക്കാതെ വേണം വറ്റിച്ചെടുക്കാൻ. കാരണം കുറച്ച് വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത് വറ്റിച്ചെടുക്കാൻ മതി പെട്ടെന്ന്. വെള്ളം ഉണ്ടാവരുത്. വെള്ളം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒലിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബ്രെഡിൽ വെക്കേണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. കണ്ട ഇപ്പം ഇങ്ങനെ ഒരെണ്ണമായിട്ട് ഇങ്ങനെ വിട്ടിടണം. അങ്ങനെ വേണം കേട്ടോ. നമ്മൾ വെള്ളം വറ്റിച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോണത് കുറച്ച് ചീസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു സമയത്ത് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ, എന്നിട്ട് മെൽറ്റ് ആയിക്കോളും. കുറച്ച് ചീസ് എടുത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു തവി വേണ്ട, നമുക്ക് ഈ ഒരു സ്പൂൺ മതി. അത് വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. മെൽറ്റാവും. അപ്പോൾ ഒരു ചീസിൻ്റെ ഫ്ലേവർ അതിനകത്തോട്ട് അങ്ങോട്ട് വരും. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് സംഭവം ശരിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് കോഴിമുട്ട പൊട്ടിച്ചിടുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു പാത്രം എടുത്തു, ഞാൻ 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്, അത് പൊട്ടിച്ചിടുകയാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടി ഇടണം. അപ്പോൾ ഉപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്, എന്നിട്ട് കുരുമുളക് പൊടിയും ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെയാണ് എരിവ് വേണ്ടത്. അപ്പോൾ കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ഇടാം, എനിക്കൊന്ന് കുറച്ചിട്ടാൽ മതി. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. എന്നിട്ട് അടുത്ത നമ്മുടെ സീക്രട്ട് മസാല, അതായത് മൂഡ് മസാല ഇവിടെയാണ് ആഡ് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ നൂഡിൽസിലല്ല ആഡ് ചെയ്യേണ്ടത്, അത് സാദാ മസാല. ഇവിടെ ആ മൂഡ് മസാലയാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്, നമ്മൾ അത്രത്തോളം നൂഡിൽസ് എടുത്തത് കൊണ്ട്. അപ്പോൾ അത്രത്തോളം എടുക്കണം, 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് മുന്നായിട്ട് നമ്മൾ മല്ലിയില ഇടാൻ മറക്കരുത്. മല്ലിയില ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ആ ഇളക്കി കൊടുക്കുമ്പോൾ എല്ലാം യോജിച്ച് വരുമല്ലോ, അതാണ് വേണ്ടത്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ മല്ലിയില അരിഞ്ഞിട്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ ഒരു പരിപാടി നല്ല രസമാട്ടോ, ഇതുപോലെ ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കാനായിട്ട് സ്പൂണിട്ടിട്ട്. അപ്പോൾ അടുത്ത പരിപാടി ബ്രെഡ് എടുത്തിട്ട് നമ്മൾ സാൻഡ്വിച്ച് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ഈ ഫില്ലിങ് അങ്ങോട്ട് പരത്തി കൊടുക്കുന്ന ഈ ചൂടോട് ചെയ്യുമ്പോൾ ആ ബ്രെഡിൽ നന്നായിട്ട് ഇരുന്നോളും. അപ്പോൾ നമ്മൾ നന്നായിട്ട് പരത്തി കൊടുക്കുക. എന്നിട്ട് അടുത്ത ബ്രെഡ് എടുത്ത് അതിൻ്റെ പുറത്ത് വയ്ക്കുക. ഇതെനിക്ക് തോന്നുന്നു നമ്മൾ ചിക്കൻ വെച്ചും ബീഫ് വെച്ചും വെജ് വെച്ചും മുട്ട വെച്ചും ഒക്കെ ചെയ്യാറുണ്ട്. ഇത് നമ്മൾ നൂഡിൽസ് വെച്ച് ചെയ്യണം, അത്രേ ഉള്ളൂ. അതും യപ്പിയുടെ മൂഡ് മസാല വെച്ച് ചെയ്യണം. അപ്പോൾ ഇനി നമ്മൾ ആ ബ്രെഡ് വെച്ചു, ഇനി നമുക്ക് മുട്ടയിലിട്ടൊന്ന് മുക്കി തോർത്തിയെടുക്കണ്ടേ. അപ്പോൾ ആ പരിപാടി ചെയ്യാം. അതാണ് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി, ഇതിനെ അങ്ങോട്ട് ഡിപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത്. നന്നായിട്ട് മുട്ടയിൽ അങ്ങോട്ട് മുക്കുക കേട്ടോ. അപ്പോൾ ദേ കണ്ടില്ലേ, ഇതുപോലെ സൈഡൊക്കെ ആയിട്ടില്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് അരികത്തോട്ട് ചേർത്ത് ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഓയിൽ പാനിൽ ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം. ഞാൻ ഇവിടെ ഓയിൽ ഉപയോഗിച്ചിട്ടില്ല, ഒട്ടുമേ ഓയിൽ ഉപയോഗിച്ചിട്ടില്ല. നേരെ എടുത്ത് ചൂടാക്കുകയാണ്. അപ്പോൾ ഓയിൽ ഉപയോഗിക്കുന്നവർ ജസ്റ്റ് ഒരു ഓയിലോ നെയ്യോ ബട്ടറോ എന്താണെന്ന് വെച്ചോ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ബ്രെഡ് എടുത്ത് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഈ നമ്മുടെ അടാർ സാധനം റെഡി ആയിട്ടുണ്ട്. ഇപ്പം തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ യപ്പി മൂഡ് മസാല നൂഡിൽസും പിന്നെ ബ്രെഡും പിന്നെ എഗ്ഗും വെച്ചിട്ട് ഒരു അടിപൊളി സംഭവമാണ്. കണ്ടാൽ തന്നെ കൊതിയാവുള്ളൂ. ഇപ്പം ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് വേണം വീണ്ടും നോക്കാൻ. അപ്പോൾ ഇപ്പം കണ്ടാൽ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇതിന് മുന്നേ ഇത് കഴിച്ചിട്ടുണ്ട്. ബ്രെഡ് ഇങ്ങനെ മുട്ടയിൽ മുക്കിയിട്ട് നമ്മൾ പല പരിപാടികളും ചെയ്യാറുണ്ട്. പക്ഷെ അതായത് നൂഡിൽസ് അതിനുള്ളിൽ വെച്ചിട്ടുള്ള ഒരു പരിപാടി ഞാൻ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ പരസ്യം കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് ചെയ്ത് നോക്കണമെന്ന്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അടിപൊളി. എനിക്കൊന്ന് മുട്ട ഒന്ന് ഇതുപോലെ മുക്കിയിട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി നന്നായിട്ട് വേവിക്കുകയാണെങ്കിൽ ഇത് ഈ ഒരു കളറ് കിട്ടും കേട്ടോ.
അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പം ഞാൻ ഇത്തിരി മുട്ടയുടെ ആ ഒരു ചെറിയ എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് കുറച്ച് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ജസ്റ്റ് ചൂടാക്കിയാൽ മതിയെങ്കിൽ അത് മതി കേട്ടോ. ഇപ്പം ഞാനൊന്ന് ജസ്റ്റ് നന്നായിട്ട് ചൂടാക്കുന്നുണ്ട്. നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പം സി ബേബി ഉറങ്ങാ, ഇച്ചൂട്ടൻ വന്നിട്ടില്ല. അപ്പം ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട വരും. ഇപ്പം എന്നിട്ടൊന്ന് കട്ട് ചെയ്യണം. അതാണ് എൻ്റെ അടുത്ത പരിപാടി. നമുക്ക് കട്ട് ചെയ്യാൻ കത്തി വേണ്ടേ? അപ്പം നീ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യണം. ചൂടോടെ കട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. പെട്ടെന്ന് കട്ടായി കിട്ടും. ഇല്ലെങ്കിൽ കുറച്ച് പണിയാവും. അപ്പം കണ്ടില്ലേ, വാ ബ്രെഡൊന്ന് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഒരു ബ്രെഡ് വെച്ചിട്ട് രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സി ബേബിയും ഇച്ചൂട്ടൻ വന്നിട്ടില്ല, സി ബേബി ഉറങ്ങുകയാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ ബ്രെഡ് റെഡിയാക്കി, ബാക്കി എല്ലാ സാധനവും ഇവിടെ ഇരിപ്പുണ്ട്. ഇച്ചൂട്ടൻ വന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. മണം തന്നെ സൂപ്പർ ആട്ടോ. നമ്മൾ ശരിക്കും ബ്രെഡ് ഉള്ളിൽ വെച്ചിട്ട് പല പരിപാടികളും ചെയ്യാറുണ്ട്. ഇപ്പോൾ മുട്ട വയ്ക്കാറുണ്ട്, അതുപോലെ തന്നെ ചിക്കൻ വെക്കാറുണ്ട്, ബീഫ് വെക്കണ ഒക്കെ സാൻഡ്വിച്ചുകൾ എല്ലാം അറിയാമല്ലോ, ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന. പക്ഷേ ഈ ഒരു പരിപാടി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതൊരു വെറൈറ്റി പരിപാടിയല്ലേ. നമ്മുടെ നൂഡിൽസ് ഏത് എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് യപ്പിയുടെ മൂഡ് മസാല നൂഡിൽസ് ആണ്. ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം സി ബേബി വന്നിട്ടുണ്ട്. സി ബേബി ഉറക്കത്തിൽ നിന്ന് കഴിഞ്ഞിട്ട് സി ബേബിയായിട്ട് കഴിക്കണം. ഓ, എനിക്ക് മണം അടിച്ചിട്ടേ നിൽക്കാൻ വയ്യ. ഇഷ്ടമായി സീനു? സിയോ, ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും മിണ്ടായിരിക്കുന്നത്. വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിക്കും കേട്ടോ. ഗുഡ് എന്നൊക്കെ കാണിക്കും, ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് സി ബേബിക്ക് ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നത്, കുട്ടികൾക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ബ്രെഡും മുട്ടയും അതുപോലെ യപ്പിയും വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായോ? വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ അഭിപ്രായം എന്തായാലും അറിയിക്കാൻ മറക്കരുത്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.